നമസ്കാരം. ഈ വീഡിയോ തളിപ്പറമ്പ് നിയോജകമണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. തളിപ്പറമ്പ് വോട്ട് നോക്കുകയാണെങ്കിൽ 2016 LDF 91,000 വോട്ട് നേടിയൊരു മണ്ഡലമാണ്. UDF 50,000 വോട്ട്. സ്റ്റിൽ ഒരു പകുതിയോളം വോട്ടിലേ ഉള്ളൂ. LDFിൻ്റെ ഒരു കോട്ടകനാണിത്. NDA 15,000 വോട്ടിനടുപ്പിച്ചാണ് നേടിയിരിക്കുന്നത്. ഇപ്പം 2021 വരുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് മാറ്റം നോക്കാം. 2021 വരുമ്പോൾ ഒരു 92,000 വോട്ട്, 1000 വോട്ട് എക്സ്ട്രാ LDF കൂട്ടിയിട്ടുണ്ട്. വീണ്ടും LDF തന്നെയാണ് മുന്നിൽ. UDF ഇൻക്രീസ് ചെയ്ത് വോട്ട് 70,000 എത്തിയിട്ടുണ്ട്. NDAക്ക് ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ട്, 13,000 വോട്ട് എത്തിയിട്ടുണ്ട്. എന്നാലും 22,000 വോട്ടോളം മാർജിനിൽ ജയിച്ചൊരു മണ്ഡലമാണ് LDF. അപ്പോൾ UDF ഇനി 2024 ലോക്സഭ നോക്കാൻ നമ്മൾ കുറേ കഴിഞ്ഞ മലബാറിലെ വീഡിയോസിലെല്ലാം നോക്കുമ്പോൾ ലോക്സഭയിൽ നിന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. നോക്കാൻ നോക്കാനാണ് വീണ്ടും ലോക്സഭയിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. തളിപ്പറമ്പ് 2024 ഇത് LDFിൻ്റെ വോട്ട് UDF ആദ്യമായിട്ട് വോട്ട് ഷെയർ കൂട്ടിയിരിക്കുകയാണ്. 84,000 വോട്ടാണ് കൂട്ടിയിരിക്കുന്നത്. LDFന് 70,000 ഉള്ളത്. 10,000 വോട്ട്, 9,000 വോട്ടോളം കൂട്ടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. NDAക്കും ചെറിയൊരു വോട്ട് ഇൻക്രീസ് ഉണ്ട്, 16,000. ഇപ്പോൾ ഓരോ മുന്നണിയുടെയും വോട്ടിൻ്റെ ഇത് വ്യത്യാസം നോക്കാം. LDF 91,000 വോട്ടുണ്ടായിരുന്നു, 92,000 വോട്ടായി ഇൻക്രീസ് ചെയ്തു 2021 1,000 വോട്ട്. പക്ഷേ 2021 നിന്ന് 2024 ആകുമ്പോൾ 75,000 അത് കുറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു 17,000 വോട്ടിൻ്റെ കുറവ് LDFന് വന്നിട്ടുണ്ട്. UDF നോക്കുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമറാണ് മലബാർ മുഴുവനായിട്ട്. 2016 നിന്ന് വോട്ട് 20,000 വോട്ട് കൂട്ടി 2021 70,000 ആയി, 50,000 നിന്ന് 70,000 ആയി. 70,000 വീണ്ടും ഒരു 15,000 വോട്ടോളം കൂട്ടി 2024 84,000 ആയിരിക്കുകയാണ്. നല്ലൊരു ട്രെൻഡാണ് UDFന് മലബാർ സെക്ഷനിൽ കിട്ടിയിരിക്കുന്നത്. ഒരു കാലത്തെ LDF കോട്ടകൾ ചിലപ്പോൾ UDFന് കൂടെ ആവുമോ. എന്തായാലും NDA വരുമ്പോൾ 14,000 വോട്ടുണ്ടായിരുന്ന 2024 13,000 ആയി. ഏകദേശം ആ റേറ്റ് 13,000 14,000 കൺസിസ്റ്റൻറ്റ് പാർട്ടി വോട്ടുണ്ട് അവിടെ. ലോക്സഭാ ട്രെൻഡിൽ 16,000 വോട്ട്, ഒരു 3,000 വോട്ട് കൂടെ കൂടിയിട്ടുണ്ട് തളിപ്പറമ്പിൽ. അപ്പോൾ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ അസംബ്ലിയും എടുക്കുമ്പോൾ LDF മുന്നിലുള്ള മണ്ഡലത്തിൽ നല്ല കൺവിൻസിംഗ് ആയിട്ട് 40,000 വോട്ടിലും 20,000 വോട്ടിലൊക്കെ ജയിച്ച മണ്ഡലത്തിൽ ലോക്സഭ ആയപ്പോഴത്തേന് നേരെ UDF ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലോക്സഭയിലെ ട്രെൻഡ് നിലനിർത്തുമോ UDF നിലനിർത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.